എന്നും കുടിക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചായ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചായപാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 4 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കാരമലൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സിമ്മിലാക്കി ഇട്ടിട്ട് വേണം അത് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്തിട്ട് കാരമലൈസ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാണോ ഇപ്പോൾ പുതിയ സംഭവം എന്നൊക്കെ ചിലവർക്കൊക്കെ തോന്നും. പക്ഷേ ചിലവരെങ്കിലും ഇത് കാണാത്തവരുണ്ടാവും. സാധാരണ ചായ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 1 കപ്പ് ചൂടുവെള്ളം കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ട പിടിക്കും പെട്ടെന്ന്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അത് ഉരുകുകയും ചെയ്യും. അപ്പോൾ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ചേർത്ത് അത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, 5 ചെറിയ ഏലക്കായ, ഇത് 3 കൂടെ ചതച്ചെടുത്തിട്ട് ഈ തിളക്കണ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇനി 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ ചായൻ്റെ ഒരു കളറുണ്ട്. നമ്മൾ ചായപ്പൊടി ഇതുവരെ ഇട്ടിട്ടില്ല. തിളച്ച് വന്നിട്ട് 2 ടീസ്പൂണ് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. 2 കപ്പിക്ക് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അധികം കടുപ്പം ഇല്ലാത്ത ചായപ്പൊടിയാണ്. ചായപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് നല്ല തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നല്ലോണം തിളച്ചു. എനിക്ക് കുറച്ച് മധുരം കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് മധുരം ഉള്ള ചായ കുടിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ എന്താ, ഒരു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുക, കുടിക്കുക. അരിച്ചിട്ട് വേണം കേട്ടോ കുടിക്കാൻ. എന്നെപ്പോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചായകളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ചായയാണ്. നല്ല ടേസ്റ്റി ചായയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.